ഹായ് ഓൾ. ഇന്ന് ഞാൻ ഒരു കർണാടക ട്രഡീഷണൽ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. നീർ ദോശ. നീർ ഇൻ കന്നഡ പറഞ്ഞ വാട്ടറാണ്. സോ ഇതിന് 2 മെയിൻ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇഡ്ലി റൈസ് അല്ലെങ്കിൽ പച്ചരി, 1 കപ്പ് ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്യണം. പിന്നെ കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്. പിന്നെ രണ്ടും മിക്സി ബൗളിലിട്ടിട്ട് നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുക്കാം. സോ ഇവിടെ ഞാൻ ഗ്രൈൻഡ് ചെയ്തു. 2 ബാച്ചായിട്ട് മിക്സിയിലിട്ടിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വെള്ളം ചേർക്കാം. സോ ഇത് വന്നിട്ട് തിൻ ആൻഡ് വാട്ടറി കൺസിസ്റ്റൻസി ഇരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ദോശ ബാറ്റർ മാതിരിയല്ല, കുറച്ച് തിന്നായിട്ട് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇതിന് നീർ ദോശ. പിന്നെ ഇതിന് ഫെർമെൻറ്റേഷൻ ഒന്നും ആവശ്യമില്ല. പിന്നെ ദോശക്കല്ല് എടുത്തിട്ട് ഈ മാവ് അതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. നമുക്ക് നോർമൽ ദോശ മാതിരി സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. പിന്നെ സിമ്മിൽ വെച്ചിട്ട് അത് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് ദോശ റെഡി, നീർദോശ റെഡി. സോ ഇത് മതി. ഞാൻ മറ്റേ മാവൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കി. ഈ അളവിന് എനിക്കൊരു 13 ദോശ വന്നു. സോ ഇത് ഏതെങ്കിലും കോക്കനട്ട് ആൻഡ് ജാഗരി, നമ്മൾ ഈ കൊഴക്കട്ടയ്ക്ക് ഫില്ലിംഗ് ചെയ്യേണ്ട മാതിരി കോക്കനട്ടും വെള്ളം ഇട്ടിട്ട്, അതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ ചട്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.